സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതാ നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ ഒരു 4 ദിവസം വന്ന് നിന്ന് പോവാമെന്ന് വിചാരിച്ചാണ്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ സ്കൂൾ പൂട്ടിയതിന് ശേഷം കഴിഞ്ഞ മാസമാണ് ഞാൻ ഇവിടെ വന്ന് നിന്നൊരു 10-12 ദിവസം നിന്നാണ്ട് പോയത് കേട്ടോ. അപ്പോൾ വീട് പണി തുടങ്ങണം, അതുപോലെ കുറച്ച് വിറകൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ അന്ന് തന്നെ ഒരു 10-15 ദിവസം ഇവിടെ നിന്നേന്നു. അപ്പോൾ ഇതാ ഞാൻ രാവിലെ മുതൽ ഇങ്ങോട്ട് വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കട്ടെ വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് നാട്ടിന് പണിയില്ല കേട്ടോ. ഓന് ഞായറാഴ്ച ദിവസം ചില ദിവസങ്ങളിലൊക്കെ പണിക്ക് പോവലുണ്ട്. ഇന്നിപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഓൻ അവിടെ ഉണ്ട്, ഒച്ചയും വിളിയൊക്കെ ഇട്ടാണ്ടുണ്ട് കേട്ടോ. കുട്ടികളപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ഫോൺ വെച്ചത് കണ്ടിക്കണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ അടിച്ചൊരു വൃത്തിയാക്കട്ടെ. ഞങ്ങൾ ചായ കുടിച്ചതിൻ്റെ കപ്പയും ചമ്മന്തിയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ചായക്കടി. കപ്പ പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അതിലേക്ക് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലോ എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വിഷ്ണു പിന്നെ അവൻ്റെ അച്ഛനപ്പം അങ്ങോട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ചവണ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ തെറ്റില്ലെന്നും പറയും കേട്ടോ പണ്ടുള്ളവർ. അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ്ട് കൂടിയേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു അടക്കാപ്പഴത്തിൻ്റെ ഒരു കൊമ്പൊക്കെ വെട്ടിയാണ്ടൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ. ഇത് ഈ കാക്കകളൊക്കെ വരുമ്പോൾ കാക്കകളെ ആട്ടാനൊക്കെ പറ്റും കേട്ടോ. ഇത് കാക്കകളെ കൊല്ലാനല്ല കേട്ടോ, മെല്ലെ ഇങ്ങോട്ട് വെച്ചാൽ കാക്കകൾ പാറി പോകുമെന്ന് പറഞ്ഞാണ്ട് കേട്ടോ. അമ്മ ഇതാ ഇവിടെ ചായ രാവിലെ ഉണ്ടാക്കിയ ചായ കഴിഞ്ഞെന്നു കേട്ടോ. അമ്മ ഞങ്ങളെല്ലാവരും ചായ അടിച്ചു. അപ്പോൾ പിന്നെ അമ്മക്ക് കുറച്ചും കൂടെ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചേന്ന്. അപ്പോൾ അതിന് ലേശം ചായ മുക്കിയാണ്ട് അമ്മ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ തച്ച ഇവിടെ ഷർട്ട് ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ റേഡിയം തുറന്നാണ്ട് റേഡിയം കേട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പൊരുത്ത് കിടക്കണില്ല. അത് കട്ടയക്കണ്ട വിഷ്ണു, വേറെ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. ചെറിയ കുട്ടികളൊക്കെ വലുതായമ്മ. മറ്റൊക്കെ ചത്തോ? ഇപ്പൊ കവണ കുറച്ച് തോന കിട്ടിയപ്പോ ഓന് അത് കൂട്ടി കെട്ടിക്കളാ. അതല്ല അത് അയക്കണ്ട, പഴയത് അയച്ചേണ്ട കിട്ടിയാ മതി. ഇന്നലെ വാങ്ങിച്ചെടുക്കണ്ട. ആ പൊട്ടുമ്പോ കെട്ടി പോരടാ. അങ്ങനെ ഇതാ ഓരോ വർത്താനം കൂട്ടൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ സമയത്ത് ഇതാ ഞാൻ അടുക്കളയത്തെ ഓരോ പണികളും നോക്കണുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ സമയം ഇങ്ങനെ കടന്നു പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ മഴ വരുമ്പോഴത്തേനും കുറച്ച് വിറകൊക്കെ എടുത്തൊക്കെ അറിഞ്ഞ് അമ്മ അതിന് നിൽക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് വിറകൊക്കെ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. അമ്മ അത് വിറകട്ടിക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനിതാ ഇവിടെ കുറച്ച് ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. അപ്പോൾ കരിപ്പാത്രങ്ങളുണ്ട്, 2-3-4 കരിപ്പാത്രങ്ങളുണ്ട് കഴുകാൻ. അത് വെണ്ണീരും കരിയുണ്ട് അമ്മ അവിടെ കുത്തി വെച്ചേക്കണം. അടുപ്പിൽ വിറക് കത്തിക്കണ കരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനോട് പാത്രം കഴുകിയാൽ കരിപ്പാത്രങ്ങളൊക്കെ കഴുകിയാൽ നല്ല നിറം കിട്ടും കേട്ടോ പാത്രങ്ങളൊക്കെ. അപ്പോൾ അമ്മ അതിനോടാണ് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കൽ. അപ്പം ഞാനും തന്നെ അതുകൊണ്ടാണ് കേട്ടോ കഴുകണത്. അപ്പോൾ ഞാൻ ഏതായാലും ഈ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കട്ടെ. ചായടി കഴിഞ്ഞു. ഇനി ചോറ് തിന്നാണ്ട്. ചോറിനൊക്കെ എന്താ കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പച്ചമീൻ വന്നാൽ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, മീൻ വണ്ടി വന്നാൽ. പക്ഷേ മീൻ വണ്ടീന് ഞങ്ങൾ കാത്ത് നിന്നു, മീൻ വണ്ടി വന്നില്ല കേട്ടോ. അതെന്താ അറിയില്ല, ഞായറാഴ്ച ആയിട്ടാണോ അറിയില്ല. ഇതിലും ഞായറാഴ്ച മീൻ വണ്ടി വരവുണ്ട്, ഇന്നത്തെ ദിവസം എന്തോ അറിയില്ല. അതുകൊണ്ട് മീൻ വണ്ടി വരാത്തതുകൊണ്ട് വല്ല കുഞ്ഞുകറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഉള്ളിയും തക്കാളിയും കിഴങ്ങൊക്കെ കറി ഉണ്ടാക്കണം എന്ന് കരുതിക്കാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി വർത്തമാനം പറഞ്ഞിട്ടില്ല, ഞാൻ ഈ പാത്രമൊക്കെ കഴുകട്ടെ കേട്ടോ.
ഞാനിവിടെ ഇരുന്ന് പാത്രം കഴുകണോടത്തത് ആ റബ്ബർ മരം കാണുന്നില്ലേ. കുറേ കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ടാണ്ട് ചോദിക്കലുണ്ട്, ചേച്ചി ആ റബ്ബർ തോട്ടം നിങ്ങളതാണോ ചോദിക്കലുണ്ട്. പടച്ച അമ്പുരാനെ മക്കളെ, ഇത് നമ്മളെ റബ്ബർ തോട്ടമൊക്കെ ആണെങ്കിൽ നമ്മളെ വീടും കുഴിയൊന്നും ഇങ്ങനെ ആവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ തോട്ടമൊന്നുമല്ല കേട്ടോ. ഇവിടെ ഈ കാണുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഞങ്ങളത്. ഇത് വേറെ ആൾക്കാരെ തൊടിയാണ് കേട്ടോ. അവിടെ പോയി ഇരിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് തന്നെ ഉള്ളൂ. പക്ഷേ ഇത് നമ്മളതല്ല, അത് വേറെ ആൾക്കാരതാട്ടോ. അത് വലിയ മുതലാളിമാരത്താണ്, നമ്മളതല്ല കേട്ടോ. ഒരു സംശയം പറഞ്ഞു, അത് ഞാൻ തീർത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ല ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കണമെന്ന്. കറി ഇതാ വറുത്തു, ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടാണ്ട് വറുത്തെടുത്തു. കറി ഇതാ ചേമ്പും വലിയുള്ളിയും തക്കാളിയൊക്കെ ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഒരു കുഞ്ഞ് കറി. പിന്നെ ഇതാ മുട്ട പൊരിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വറവിട്ട ചീനച്ചട്ടി ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് മുട്ട പൊരിച്ചെടുക്കുന്നത്. ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടാണ്ട് മുട്ട ഇതാ ഇനി ബാക്കി പൊരിച്ചെടുക്കാണ്ട് കേട്ടോ. അത് നാടൻ മുട്ടയാണ്. അമ്മ ഇതാ അവിടെ വീട്ടിൽ കോഴിക്കള ഉണ്ടാക്കണ്ടല്ലോ, കോഴിക്കളെ വളർത്തുണ്ടല്ലോ, ഓലമുട്ട തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഇതേപോലെ നാടൻ മുട്ട കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതേപോലെ വീട്ടിൽ വന്നാണ്ട് വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ചില കൂട്ടുകാർ അറിഞ്ഞു, ചില കൂട്ടുകാരല്ല, ആകെ ഒരു കൂട്ടുകാർ പറഞ്ഞു, ആകെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇത് നാടൻ മുട്ട അല്ലല്ലോ നിങ്ങൾ വെറുതെ പറയുകയാണെന്ന്. ആണ് കേട്ടോ. പിന്നെ ഇതാ അമ്മ കൊണ്ടിടക്കണ ടാങ്കാണിത്. ഈ ടാങ്ക് പൊട്ടിയിരിക്കണത് എങ്ങനെ പൊട്ടി എന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. വർഷങ്ങളോളമായി പൊട്ടിയിട്ട് അമ്മ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒട്ടിച്ചും പാകമാക്കിയും അങ്ങനെ അങ്ങോട്ട് വെള്ളമാക്കി വെക്കൂട്ടോ. അല്ല അപ്പം അമ്മക്ക് വെള്ളം വേണ്ടേ. പിന്നെ അതാ ഈ ഒരു വറകും കെട്ട് ഉണ്ട്, നിങ്ങൾ വറകും കെട്ടല്ല വറകെട്ടി, അത് നമ്മളെ ഇളയൂരുന്ന് അമ്മൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് വറകായിരുന്നു കേട്ടോ. കുറച്ചല്ല അത്യാവശ്യത്തിന് വറകുണ്ട്. ആ വറക് അട്ടിയൊക്കെ വെച്ചത് മേമന്മാർ ഒരു ദിവസം വന്നാണ്ടാണ് കേട്ടോ. ഷീറ്റൊക്കെ ഇട്ട് ഉഷാറാക്കി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറിനാൻ നിന്നു. ചോറിന് ഇതാ ഉഷാറുള്ള കറിയും ഒരു പപ്പടം, മുട്ട പൊടി ആക്കിയും ചെയ്ത്, മുട്ട പൊരിച്ചും ചെയ്തു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ, അത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളെല്ലാവരും ഓരോ 2 കഷ്ണങ്ങളാക്കിയാണ്ട് വീതിച്ച് ഞങ്ങളെടുത്തു. മാത്രമേ ഉള്ളേന്ന്, ബാക്കിയൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഒക്കെ ഉഷാറാക്കി അങ്ങോട്ട് കഴിച്ചു. അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ട, പപ്പടം, കറി. അപ്പോൾ ഇന്നലത്തെ വിഭവങ്ങൾ, ഞായറാഴ്ചത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ താട്ടനാണ് ടാങ്ക് ഒട്ടിക്കണ. താട്ടൻ ഇന്ന് പണിക്ക് പോവാഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. താട്ടൻ ആരാന്ന് ചോദിക്കലുണ്ട് ചിലവരൊക്കെ. അപ്പോൾ താട്ടൻ എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെ ഏട്ടൻ കേട്ടോ. അങ്ങനെ ഇതാ ഇത് എന്തിനോട് ഒട്ടിക്കണേന്ന് ചോദിച്ചാൽ, പെയിൻ്റ് ഉണ്ടല്ലോ, എന്തിൻ്റെ പെയിൻറ്റാണ് ചോദിച്ചാൽ വാട്ടർ പ്രൂഫ് അതാണ് കേട്ടോ സംഗതി. അയിമ കൂടെ ഇതാ എന്തോ ഒരു വലേൻ്റെ പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചാണ്ട് ഒട്ടിക്കാൻ കേട്ടോ. ഇത് ടാങ്ക് ഒട്ടിക്കാൻ വേണ്ടിയും വീടിനൊക്കെ ഒട്ടിക്കലും വാട്ടർ പ്രൂഫ്, അങ്ങനെ ഓരോ പെയിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. ഓന് പിന്നെ പെയിൻറ്റ് പണി ആയതുകൊണ്ട് ഇമാതിരി ഓരോ പണികളൊക്കെ ഓന് അറിയാം. അപ്പോൾ പിന്നെ വലിയ വിഷയമല്ല. ഇത് ഇനി ടാങ്കിൽ വെള്ളം നിറച്ചാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആ പ്രതീക്ഷയോടാണ് ഈ ഒരു പണി എടുക്കുന്നത്. നെറ്റ് ഉണ്ടല്ലോ, നെറ്റിൻ്റെ പോലത്തെ ഓരോ സാധനം കേട്ടോ. അതിൽ ഒട്ടിച്ച് എന്നിട്ട് പിന്നെ പെയിൻറ്റ് തേക്കുക, പിന്നെ നെറ്റ് ഒട്ടിക്കുക, പിന്നെയും പെയിൻറ്റ് തേക്കുക. അങ്ങനെ ഇനി ഇത് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം ഒലിക്കരുത് എന്നുള്ള പ്രതീക്ഷ. അമ്മ അത് അവിടെ നോക്കിക്കണം. അമ്മൻ്റെ ഉള്ളിൽ പ്രാർത്ഥന ആവും, പടച്ച അമ്പരാനഞ്ഞ് ടാങ്ക് ചോരരുതേന്ന്. കാരണം വെള്ളമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതി അവസ്ഥ തന്നെയാണ്. അതെന്താന്ന് പറയാൻ കാരണം, ഇവിടെ അടുത്ത് പുഴയൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം എന്ന് പറഞ്ഞാൽ പൈപ്പ് വെള്ളമാണ്, ജലനിധിയാണ്. ആ വെള്ളം 2-3 ദിവസം ഇല്ലാതായ അതിൻ്റെ കഷ്ടപ്പാട് അമ്മക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് കേട്ടോ. അമ്മക്ക് മാത്രമല്ല, പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെ വെള്ളമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇതാണ് കേട്ടോ സംഗതി പെയിൻറ്റ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പുഴയ്ക്ക് കുളിക്കാൻ വേണ്ടി പോവാൻ നിൽക്കാം കേട്ടോ. കാരണം പൈപ്പിൽ വെള്ളം ഇതുവരെ വന്നിട്ടില്ല, നാളെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണങ്ങി സെറ്റായിട്ട് ഈ ടാങ്കിക്ക് വെള്ളമാക്കാൻ നിൽക്കണുള്ളൂ കേട്ടോ. അതുവരെ ഒന്ന് സെറ്റാവട്ടെ, ഉണങ്ങട്ടതൊക്കെ. ആ ഫോണും ചാർജറും കൊടുത്തോളി. ഞങ്ങള് പുഴയേക്ക് പോവാണ്. ഈ കോഴിക്കുട്ടി എന്നെ നോക്കണു. കോഴിക്കുട്ടി ആ വണ്ടി കേക്ക് അടിക്കണ്ട്, മേലക്ക് നിന്നിക്കണോന്ന് അപ്പളേ ചോദിച്ചിക്കണേ. അച്ഛനോട് പറഞ്ഞില്ലേ, ഇനി പോയിക്കോളി. ആ ചാർജർ എടുത്തോണ്ട് പൈസ എടുത്തില്ലേ? പോവാ കുഞ്ഞാവേ, വാ വാ. അമ്മ നിങ്ങള് മുറ്റടിച്ചു വരുവോ? പോയി. ഞങ്ങളെ പോരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ വിഷ്ണു
കുട്ടീനെ വീഴാമേ അമ്മ വീഴാൻ പോയി വാ 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 ഓള് മടിച്ചിക്കണ് ശ്രുതിയും കൂടി വീഡിയോയിൽ നിൽക്കലുണ്ട് അനക്കെന്നോള് മടി വാ കുഞ്ഞെ അമ്മൂട്ടി വന്ന അത് ആരാ ചോദിച്ചാൽ ഏട്ടൻ്റെ മോളാണ് കേട്ടോ വലിയ ഏട്ടൻ്റെ മോള് ഓളെ അമ്മൻ്റെ വീട്ടിലാണ് അപ്പോൾ ഓൾ അവിടെയാണ് പഠിക്കണത് ഞങ്ങൾ പുഴയൊക്കെ കുളിക്കാൻ പോകും അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായി പൈപ്പിൽ വെള്ളം വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വെള്ളമില്ല അപ്പോൾ ഞങ്ങൾ പുഴയൊക്കെ പോവാണ് തിരുമ്പാനും കുളിക്കാനൊക്കെ വിഷ്ണു അതാ മുന്നിൽ നടക്കണം അപ്പം നമ്മളെ വീട്ടിൽ വാ സൂര്യതാ ഓടിച്ചാടി വരുന്നേ അപ്പം ഞാൻ തോർത്തൊക്കെ കയ്യിൽ പിടിച്ച് കവറില്ല കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് ഇട്ടാണ് കവറിൽ അപ്പോൾ കവറിലിട്ടത് നനയും കരുതിയാണ് ചിലപ്പോൾ മഴ പെയ്താലെഴുതി കവറിലിട്ടതാ അപ്പോൾ ഈ പുഴയൊക്കെ പോണ വഴിയൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചതാണ് ഇവിടെ വരുമ്പോൾ അപ്പം നമ്മളെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഓള് ഫോൺ വിളിച്ച് അങ്ങനെ പോരാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ പോയി ഓട്ടോറിക്ഷ വന്നേന്നു അപ്പോൾ വണ്ടൂരറ്റം വണ്ടൂരല്ല ഇടവണ്ണറ്റ ഓട്ടോറിക്ഷയ്ക്ക് പിന്നെ ബസ്സിന് പോകാറുണ്ട് ഞാൻ പറഞ്ഞേന്നില്ലേ ഞങ്ങൾ പോന്നപ്പോൾ വണ്ടി കൊണ്ടുവന്നിട്ടില്ല ബൈക്ക് ഇമ്മലല്ല പോന്ന ഓട്ടോറിക്ഷയ്ക്കാണ് പോന്നേന്ന് അപ്പം ഇനി പോകുമ്പോൾ ബസ്സിന് ഞാൻ ഇതിനങ്ങ് നടന്ന് കുഴങ്ങിപ്പോയി വീഴല്ലോ ഞാൻ ഈ പട്ടേനെ അങ്ങോട്ട് മാറ്റട്ടെ എടുത്ത് ചാടി പോകാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആ ഓലപ്പട്ടേനൊക്കെ മാറ്റി ഞങ്ങളിതിലിങ്ങനെ നടന്നു പോവുകയാണ് സൂര്യമോൾക്ക് ഇന്ന് പുഴയ്ക്ക് പോവുകയാണ് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു വിഷ്ണുവിന് അതന്നെ കേട്ടോ പുഴയ്ക്ക് പോണ കാര്യത്തിൽ ഭയങ്കര സന്തോഷം അതിന് ഞങ്ങളിവിടെ വന്നാൽ വല്ലാണ്ട് പുഴയ്ക്കൊന്നും പോക്കില്ല എന്തെങ്കിലുമൊക്കെ പോവുള്ളൂ എനിക്ക് പേടിയാണ് പണ്ടൊക്കെ പറഞ്ഞ പുഴയിലൊക്കെ കുളിക്കണതും അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരക്ക് ഇക്കരക്കൊക്കെ നീന്തണ കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ പേടിയാണ് അധികം വെള്ളം ഇങ്ങനെ പുഴയിലൊക്കെ നിറഞ്ഞിക്കണ കാണുന്ന തന്നെ പേടിയാണ് ഇതാ വരുന്നുണ്ട് താട്ടന് പണിക്ക് പോകുമ്പോൾ ചോറ് പൊതിഞ്ഞുകൊണ്ടുപോകുമ്പോൾ ഇലക്ക് ഊരല്ലേ ഇലക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കല് കേട്ടോ അത് ചെറിയച്ഛൻ്റെ മകൻ്റെ വീടാണ് ഇനി നമുക്ക് പുഴയിലെത്തിയിട്ട് കാണാം കേട്ടോ പുഴയിലെത്തിയിട്ട് വീഡിയോ എടുക്കാം വഴിക്ക് വീഴണ്ട കേട്ടോ അങ്ങനെ ഞങ്ങൾ കുളിക്കാനും തിരുമ്പാനും വേണ്ടി പുഴയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് മക്കളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇനി ഞങ്ങൾ തിരുമ്പാനും കുളിക്കാനൊക്കെ നിൽക്കട്ടെ ഇനി അധികം വീഡിയോ എടുത്ത് നിന്നാൽ മഴ പെയ്യും ഞങ്ങൾ കുട്ടികൾക്ക് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നാണ് ഫോണും കൊണ്ടുവന്നാണ് ചിലപ്പോൾ അതൊക്കെ നനയും അപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ അധിക സമയം വരെ നിൽക്കണില്ല ഞാൻ വേഗം തിരുമ്പലൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കട്ടെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ